പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എൻ്റെ പേര് സുജു. ഞാൻ പാലക്കാട് GHSS ബിഗ് ബസാർ എന്ന സ്കൂളിലെ ബോട്ടണി അധ്യാപകനാണ്. 12ാം ക്ലാസ്സിലെ ഫോക്കസ് ഏരിയയും അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് വളരെ ചെറിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയകൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ എസെക്ഷൽ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തേത് ഗമറ്റോജനസിസ്, മൂന്നാമത്തേത് ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെ 3 ഫോക്കസ് ഏരിയകൾ മാത്രമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉള്ളത്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന ഫോക്കസ് ഏരിയയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് താണപടിയിലുള്ള സസ്യങ്ങളിലെ എസെക്ഷൽ റീപ്രൊഡക്ഷൻസിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ ബൈനറി ഫിഷൻ, ബഡ്ഡിംഗ്, സൂസ്പോസ്, കൊണീഡിയ ഫോർമേഷൻ, ജമ്മ്യൂൾ ഫോർമേഷൻ, സ്പോറുലേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ തുടങ്ങിയ പ്രൊപ്പഗേറ്റീവ് മെത്തേഡ്സും അവയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളും പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ജീവികളെയും അതിൻ്റെ ഉദാഹരണങ്ങളെയും ജോഡി ചേർക്കുവാനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ല എങ്കിൽ ടേബിൾ തന്നിട്ട് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനോ ഒക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പുസ്തകത്തിൽ കാണുന്ന മറ്റൊരു തരം ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. റൈസോം, ഓഫ്സെറ്റ്, ലീഫ് നോച്ചസ്, ബൾബിൽ, ട്യൂബർ, സക്കർ, ബൾബ്, റണ്ണർ തുടങ്ങിയ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസും അതിൻ്റെ ഉദാഹരണങ്ങളുമൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെയും ജോഡി ചേർക്കുവാനും ടേബിൾ ഫില്ല് ചെയ്യുവാനും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് സാധാരണയായി ചോദിക്കാറുണ്ട്. നമ്മുടെ അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഗമറ്റോജനസിസ് ആണ്. നമുക്കറിയാം, ഗമറ്റോജനസിസ് എന്ന വാക്കിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഗമേറ്റുകളുടെ ഫോർമേഷൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവിടെ 2 തരം ഗമേറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹോമോഗമേറ്റ്സും ഹെറ്ററോഗമേറ്റ്സും. അവയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുവാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ചോദ്യം അങ്ങനെ വരാറുണ്ട്. ഗമറ്റോജനസിസിൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഹോമോതാലിക്, ഹെറ്ററോതാലിക്, മൊണീഷ്യസ്, ഡയീഷ്യസ് എന്നീ വാക്കുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുവാനുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫറൻസിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാറുണ്ട്. ആനിമൽസിൽ ഹെർമോഫ്രഡൈറ്റ്സും യൂണിസെക്ഷൽ ഓർഗാനിസംസിൻ്റെയും എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അവിടെ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലായി. ഒരു ഉദാഹരണം നമുക്ക് പറയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹെർമോഫ്രഡൈറ്റ് എന്ന ക്വസ്റ്റ്യനും അതിൻ്റെ താഴെ 4 ഓപ്ഷൻസ്: എർത്ത് വോം, സ്പോഞ്ചസ്, കോക്രോച്ച്, ലീച്ച്. നമുക്കറിയാം, എർത്ത് വോമും സ്പോഞ്ചസും ലീച്ചും ഒക്കെ ഹെർമോഫ്രഡൈറ്റ് ആണ്. കോക്രോച്ച് ആണ് അതിൽ യൂണിസെക്ഷൽ ഫോം. അപ്പോൾ നമ്മൾ കോക്രോച്ച് ആൻസറായി എഴുതണം, ഉത്തരമായി എഴുതണം. മറ്റൊരു ഏരിയ മിയോസൈറ്റുകളുടെയും ഗമേറ്റുകളുടെയും ക്രോമസോം സംഖ്യ കാണിക്കുന്നൊരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൽ ജീവികളുടെ ഉദാഹരണം ഹ്യൂമൻ ബീയിങ്സ്, ഹൗസ് ഫ്ലൈ, റാറ്റ്, ആപ്പിൾ, റൈസ് പോലുള്ള ജീവികൾ ഒരു വശത്ത്, അവയുടെ മിയോസൈറ്റ്സിലുള്ള ക്രോമസോമിൻ്റെ എണ്ണവും ഗമേറ്റുകളിലുള്ള ക്രോമസോമിൻ്റെ എണ്ണവും ടേബിളായി തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഇങ്ങനെയാണ്. ഉദാഹരണത്തിന്, നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ മിയോസൈറ്റ്സ് ഓഫ് ആപ്പിൾ പ്ലാന്റ് ഈസ് 34. Then write the number of chromosomes in its zygote and egg. അപ്പം മിയോസൈറ്റിലുള്ളത് 2n നമ്പറാണ്, ഡിപ്ലോയിഡ് നമ്പറാണ്. അപ്പോൾ സൈഗോട്ടിലും അതേ നമ്പർ തന്നെയായിരിക്കും, 34 തന്നെയായിരിക്കും. എഗ്ഗിൽ അതിൻ്റെ നേർപകുതിയായിരിക്കും, 17 ആയിരിക്കും. നമ്മൾ അടുത്ത ടോപ്പിക്ക് ഫെർട്ടിലൈസേഷനാണ്. ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം, ഫ്യൂഷൻ ഓഫ് ഗമേറ്റ്സ് ആണ്. അതിന് വേറൊരു പേര് നമ്മൾ പറയും, എല്ലാവർക്കും അറിയാം, സിംഗമി എന്നാണ്. സിംഗമി കഴിഞ്ഞ് എഗ്ഗ് സൈഗോട്ടായി മാറും, സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് പുതിയ ജീവിയായി മാറും.
എന്നാൽ ചില ജീവികളിൽ എഗ്ഗ് നേരിട്ട് വികാസം പ്രാപിച്ച് പുതിയ ജീവികൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ പാർത്തനോജനസിസ് എന്ന് വിളിച്ചു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഡിഫൈൻ പാർത്തനോജനസിസ്. ഗിവ് എക്സാമ്പിൾസ് ഫോർ ഓർഗാനിസംസ് എക്സിബിറ്റിംഗ് ദിസ് ഫിനോമിനൻ. അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മറ്റൊന്ന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനുമാണ്. അവയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിക്കാം. ഉത്തരം അറിയാമല്ലോ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഓസ്പ്രിങ്സ് ആർ എക്സ്ട്രീംലി വൾനറബിൾ ടു പ്രെഡേറ്റേഴ്സ്. അവയെ പ്രെഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയയും അതിൽ നിന്നുള്ള ചോദ്യങ്ങളും. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ. രണ്ടാമത്തെ ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതിൽ ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് പരിചയം കാണും. ആദ്യത്തെ ഫോക്കസ് ഏരിയ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയമാണ്. രണ്ടാമത്തേത് സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. അടുത്ത ഫോക്കസ് ഏരിയ മെഗാസ്പൊറാഞ്ചിയം സ്ട്രക്ചർ, മെഗാസ്പോറോജനസിസ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. പിന്നെയുള്ളത് പോളിനേഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനുണ്ട്, ഡബിൾ ഫെർട്ടിലൈസേഷനുണ്ട്, എംബ്രിയോയുടെ സ്ട്രക്ചറും ഫോക്കസ് ഏരിയയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്ററിലുള്ളത് ഫാൾസ് ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ട്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഇത്രയുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ. അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയമാണ്. സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ആന്തറിൻ്റെ സ്ട്രക്ചറാണ്. ആന്തർ നമുക്കറിയാം, സ്റ്റേമൻ്റെ ജനേറ്റൽ പാർട്ടാണ് ആന്തർ. അതിൻ്റെ ക്രോസ് സെക്ഷനും അതിൻ്റെ പാർട്സുമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ മറ്റൊന്ന്, നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാൾ ലെയേഴ്സ് ഏതൊക്കെയാണ്? നെയിം ദ വാൾ ലെയേഴ്സ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. അപ്പോൾ നമ്മൾ എഴുതും എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം. ഇതിൽ ന്യൂട്രിറ്റീവ് ഫങ്ഷൻ ചെയ്യുന്ന വാൾ ലെയർ ഏതാണ്? അപ്പോൾ നമ്മൾ എഴുതും ടപ്പീറ്റമാണ്. ബാക്കിയുള്ള എപ്പിഡെർമിസും എൻഡോത്തീസിയവും മിഡിൽ ലെയേഴ്സുമൊക്കെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷനുള്ള വാൾ ലെയേഴ്സാണ്. അടുത്ത നമ്മുടെ ഫോക്കസ് ഏരിയ പോളൻ ഗ്രെയിൻസ് ആണ്. പോളൻ ഗ്രെയിൻസ്. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ചോദിക്കാവുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സ്ട്രക്ചർ നമുക്കെല്ലാം അറിയാം. പുറത്ത് വാളുണ്ട്, 2 ലെയറുണ്ട്, എക്സൈൻ, ഇൻഡെയിൻ. എക്സൈൻ്റെ ഇൻഡെയിൻ്റെയും പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു. അതിനകത്ത് 2 സെൽസ് കാണും. ഒരു വലിയ വെജിറ്റേറ്റീവ് സെല്ലും ഒരു ചെറിയ ജനറേറ്റീവ് സെല്ലും. അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങൾ, ഒന്ന് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്സൈൻ ആൻഡ് ഇൻഡെയിനും. എക്സൈനും ഇൻഡെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റൊന്ന് പെയർ ഫോർമേഷനാണ്. എക്സൈൻ ഈസ് ടു ഡാഷ്, അടുത്ത പെയർ ഫുള്ളുണ്ട്, ഇൻഡെയിൻ ഈസ് ടു സെല്ലുലോസ്. അതായത് ഇൻഡെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ് എങ്കിൽ എക്സൈൻ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? നമ്മൾക്കറിയാം, എക്സൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പോറോപോളനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. അതിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം. സ്പോറോപോളനിൻ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഓർഗാനിക് സബ്സ്റ്റൻസിൽ ഏറ്റവും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് സബ്സ്റ്റൻസാണ്. അതിന് സ്ട്രോങ് ആസിഡുകളുടെയും എൻസൈമുകളുടെയും ഒക്കെ ആക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പുരാതന കാലത്തുള്ള പ്ലാന്റ്സ് ഫോസിലൈസ് ചെയ്തപ്പോൾ കൂടുതലായി നമുക്ക് കിട്ടിയത് അവയുടെ പോളൻ ഗ്രെയിൻസ് ആണ്. കാരണം എഴുതുക. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ എഴുതും
അവയുടെ ഏറ്റവും പുറമേയുള്ള ലെയറായ എക്സൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പോറോപോളനിൻ കൊണ്ടാണ്. അത് റെസിസ്റ്റൻ്റ് ആണ് എന്തിനൊക്കെ? സ്ട്രോങ് ആസിഡുകൾക്കും എൻസൈമുകളുടെയൊക്കെ ആക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ അതിന് കഴിയുന്നു. അതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസ് കൂടുതലായി ഫോസിലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വ്യക്തമല്ലേ? അപ്പോൾ അടുത്തൊരു ചോദ്യം ഇതാണ്. ഓവർ 60% ഓഫ് ആൻജിയോസ്പേംസ്, അതായത് ഏകദേശം 60% കൂടുതൽ ആൻജിയോസ്പേമുകളിലും പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യപ്പെടുന്നത് 2 സെല്ലുള്ള കണ്ടീഷനിലാണ്. നെയിം ദീസ് സെൽസ്. ഈ സെല്ലുകളുടെ പേരെഴുതുക. നമുക്കറിയാം, ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലും മറ്റൊന്ന് ജനറേറ്റീവ് സെല്ലുമാണ്. അത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. രണ്ടാമത്തെ നമുക്കറിയാം മെഗാസ്പൊറാഞ്ചിയമാണ്. മെഗാസ്പൊറാഞ്ചിയം അഥവാ ഓവ്യൂൾ, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ പല ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ മൈക്രോപൈൽ എന്താണ്, ഹൈലം എന്താണ്, ചലാസ എന്താണ്, അതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാം. 3 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം. അതിൽ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് MMC. അപ്പോൾ എന്താ MMC? മെഗാസ്പോറോജനസിസ് നടക്കുമ്പോൾ ന്യൂസെല്ലസിലെ ഒരു കോശം മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ MMC എന്ന് അബ്രീവിയേറ്റ് ചെയ്തത്. അപ്പോൾ MMCയുടെ ഫുൾ ഫോം മെഗാസ്പോർ മദർ സെല്ലാണ്. അടുത്തൊരു ചോദ്യം ഇതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ അവസാനം കണ്ടു എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക്ക് 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ്. അപ്പോൾ സാധാരണ ആൻജിയോസ്പേമുകളിൽ കാണുന്ന ഒരു എംബ്രിയോസാക്ക് 8 ന്യൂക്ലിയസ് ഉള്ള 7 കോശങ്ങളുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ല എങ്കിൽ ആ കോശങ്ങളുടെ പേരും ആ ന്യൂക്ലിയസുകളുടെ പേരും നെയിം ചെയ്യുക, എഴുതുക എന്ന് പറയാം. അറിയാമല്ലോ, ആ കോശങ്ങളുടെ പേരും ന്യൂക്ലിയസിൻ്റെ പേരും ഒന്ന് ഓർത്തു വയ്ക്കുക. കോശം ഒന്ന് സെൻട്രൽ സെല്ലാണ്, മറ്റൊന്ന് എഗ്ഗാണ്. ഒരു എഗ്ഗ്, ഒരു സെൻട്രൽ സെല്ല്, 2 സൈനർജിഡുകളുണ്ട്, 3 ആൻറ്റിപോഡൽസ് ഉണ്ട്. 7ആയല്ലോ. ഇനി എളുപ്പമാണ്. എഗ്ഗിൽ ഒരു ന്യൂക്ലിയസ്, സെൻട്രൽ സെല്ല് 2 പോളാർ ന്യൂക്ലിയസ്. ഇപ്പം എത്രയായി? 3ആയി. ഇനി ആൻറ്റിപോഡൽസിൽ 3, അപ്പോൾ 6ആയി. പിന്നെ സൈനർജിഡുകളിൽ 2, അപ്പോൾ 8ആയി. ഇതാണ് നമ്മൾ ആൻസറായി എഴുതേണ്ടത്. അടുത്ത പോളിനേഷനാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. പോളിനേഷൻ എന്താണ് എന്ന് നമുക്കെല്ലാം അറിയാം. അവിടെ ചോദിക്കാനുള്ള ചാൻസ് ആട്ടോഗമി, ഗൈറ്റനോഗമി, സീനോഗമി പഠിക്കുന്നുണ്ട് നമ്മൾ. നമുക്കത് ക്ലാസിഫിക്കേഷനാണ്. സോഴ്സ് ഓഫ് പോളനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഗൈറ്റനോഗമി ഫിസിയോളജിക്കലി ക്രോസ് പോളിനേഷനാണ്, ജനറ്റിക്കലി സെൽഫ് പോളിനേഷനാണ്. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കാസ്മോഗാമസ് ആൻഡ് ക്ലൈസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. നമുക്കറിയാം, കാസ്മോഗാമസ് എന്ന് പറയുമ്പോൾ സ്റ്റേമനെയും കാർപ്പലിനെയും എക്സ്പോസ് ചെയ്യുന്ന ഫ്ലവേഴ്സും, ക്ലൈസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ക്ലോസ്ഡ് ഫ്ലവേഴ്സാണ്. അവരൊരിക്കലും സ്റ്റേമനെയും കാർപ്പലെയും എക്സ്പോസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ സെൽഫ് പോളിനേഷനെ നടക്കൂ. അടുത്ത ഏരിയ പോളിനേഷൻ ഏജൻസ് ഓഫ് പോളിനേറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അവിടെ നമുക്ക് വിൻഡ്
പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെയും ഇൻസെക്റ്റ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെയും വാട്ടർ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെയും ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അവയുടെ ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുവാൻ, എഴുതുവാൻ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വാട്ടർ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന് ഉദാഹരണങ്ങൾ, വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിന് ഉദാഹരണങ്ങൾ, അതുപോലെ ഇൻസെക്റ്റ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെയും ഉദാഹരണങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ 1 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഏരിയ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, അതിൽ ഇമാസ്കുലേഷൻ, ബാഗിംഗ് എന്നീ 2 പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഇമാസ്കുലേഷൻ, ബാഗിംഗ് എന്നീ പ്രോസസ്സുകൾ? അവയുടെ ഉദ്ദേശം, പർപ്പസ് എന്താണ്? അങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷനാണ്. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യം, ആൻജിയോസ്പേമുകളുടെ ഫെർട്ടിലൈസേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷനാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു, വൈ, എന്തുകൊണ്ട്? അറിയാമല്ലോ, അവിടെ 2 ഫ്യൂഷനുണ്ട്. ഒന്ന് സിംഗമിയും മറ്റൊന്ന് ട്രിപ്പിൾ ഫ്യൂഷനും. അതെന്താണെന്ന് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരമായി 3 മാർക്കായിരിക്കും. ഇനിയുള്ളത് എംബ്രിയോജനസിസ് ആണ്. എംബ്രിയോജനസിസിൽ നമുക്കറിയാം ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ നമ്മൾ ഫസ്റ്റ് ഇയറും പരിചയപ്പെട്ടതാണ്. അവിടെ എപ്പികോട്ടയിൽ, ഹൈപ്പോകോട്ടയിൽ അവയെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുവാനുള്ള ചോദ്യം, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എപ്പികോട്ടയിൽ ആൻഡ് ഹൈപ്പോകോട്ടയിൽ. അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സ്ക്യൂട്ടെല്ലം എന്താണ്? മോണോകോട്ട്സിൻ്റെ കോട്ടിൽ തന്നെയാണ് നമ്മൾ സ്ക്യൂട്ടെല്ലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്നും, എംബ്രിയോജനസിസ് എന്നുള്ള ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നുള്ളത് ഫ്രൂട്ട്സിലാണ്. ഫ്രൂട്ട് നമുക്ക് പഠിക്കേണ്ട ഏരിയയാണ്. ആ ചാപ്റ്ററിലെ അവസാനത്തെ ഫോക്കസ് ഏരിയയാണ്. അവിടെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്താണ്? അവയുടെ ഉദാഹരണങ്ങൾ. മറ്റൊന്ന് ആപ്പിൾ ഫ്രൂട്ട്. നമുക്കറിയാം ആപ്പിൾ ഒരു ഫാൾസ് ഫ്രൂട്ടാണ്. എന്തുകൊണ്ട്? ആപ്പിളിൽ ഫ്രൂട്ട് ഉണ്ടായിരിക്കുന്നത് തലാമസിൽ നിന്നുമാണ്. ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം പോർഷൻസ് അതർ ദാൻ ഓവറി ആർ കാൾഡ് ഫാൾസ് ഫ്രൂട്ട്സ്. ഇതാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുമുള്ള ഫോക്കസ് ഏരിയയും അവയിൽ നിന്നുള്ള ചോദ്യങ്ങളും. നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 3ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയകൾ ഡയറി ഫാം മാനേജ്മെൻറ്റ്, ബീ കീപ്പിംഗ്, പ്ലാൻ ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ഫുഡ് ക്വാളിറ്റി, സിംഗിൾ സെൽ പ്രോട്ടീൻ, ടിഷ്യൂ കൾച്ചർ എന്നിവയാണ്. ഇതിൽ ഡയറി ഫാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഡയറി ഫാം മാനേജ്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോയിൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു 3 പോയിൻ്റെങ്കിലും ഓർത്തു വയ്ക്കുക. 4 പോയിൻ്റ് ഓർത്താൽ വളരെ നന്ന്. അടുത്ത ടോപ്പിക്ക് ബീ കീപ്പിംഗ് ആണ്. ബീ കീപ്പിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. നമുക്ക് ബീ കീപ്പിങ്ങിൽ, എപ്പിക്കൾച്ചറിൽ നമ്മൾ ഗ്രോ ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ ശാസ്ത്രനാമം എഴുതുക. ആപ്പിസ് ഇൻഡിക്കയാണ്. പിന്നെ ബീ കീപ്പിങ്ങിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? അത് ഹണി ബീയും ബീ വാക്സുമാണ്. അവയുടെ ഉപയോഗം, അവയുടെ പ്രാധാന്യം എഴുതാൻ പറയും. മറ്റൊന്ന് ബീ കീപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റൈറ്റ് ദ പോയിൻറ്റ്സ് യു ഹാവ് ടു റിമെമ്പർ വൈൽ ബീ കീപ്പിംഗ്. ടെക്സ്റ്റ് ബുക്കിൽ 5 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അത് പഠിച്ചു വയ്ക്കുക. അതിൽ വരുന്നൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, സൺഫ്ലവർ, ബ്രാസിക്ക, ആപ്പിൾ, പീർ തുടങ്ങിയ സസ്യങ്ങളിൽ അവ വളരുന്ന തോട്ടത്തിൽ ബീ കീപ്പിംഗ് നടത്തിയാൽ, ബീ ഹൈവ്സ് വെച്ചാൽ അവയുടെ ക്രോപ്പ് ഈൽഡ് കൂടുന്നു. എന്തുകൊണ്ട്? നമുക്കറിയാം, അങ്ങനെ നമ്മൾ ഹണി ബീസിനെ അവിടെ കീപ്പ് ചെയ്താൽ അവിടെ പോളിനേഷൻ എഫിഷ്യൻസി കൂടും. ഹണി ബീസ് അവയുടെ പോളിനേറ്റേഴ്സാണ്. അപ്പോൾ ക്രോപ്പ് ഈൽഡും കൂടും.
മറ്റൊന്ന് പ്ലാൻ ബ്രീഡിംഗ് ആണ്. പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ സ്റ്റെപ്സ് 5 സ്റ്റെപ്പുകളും ഓർത്ത് വയ്ക്കുക. അത് ലിസ്റ്റ് ചെയ്യാൻ പറയാം. പിന്നെ മറ്റൊന്നത് ക്രമമല്ലാതെ കൊടുത്തേക്കും. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റിയാണ് ആദ്യത്തത്, അത് ലാസ്റ്റിലായിരിക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമതായിരിക്കാം. അങ്ങനെ ക്രമമില്ലാതെ കൊടുക്കുന്നു, അതിനെ ക്രമപ്പെടുത്താൻ പറയാം. അങ്ങനെയും ചോദ്യം ചോദിക്കാം. അടുത്ത ഫോക്കസ് ഏരിയ ബയോ ഫോർട്ടിഫിക്കേഷനാണ്. ബയോ ഫോർട്ടിഫിക്കേഷൻ എന്താണെന്നും അവയുടെ ഉദ്ദേശങ്ങളും ചോദ്യമായി ചോദിക്കാം. ഡിഫൈൻ ബയോ ഫോർട്ടിഫിക്കേഷൻ, റൈറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. മറ്റൊന്ന് ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സിന് ഉദാഹരണങ്ങൾ എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. മറ്റൊരു ചോദ്യം, അറ്റ്ലസ് 66 എന്ന് പറയുന്ന ഒരു വീറ്റ് വെറൈറ്റി ഉണ്ട്, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ബയോ ഫോർട്ടിഫിക്കേഷനിൽ നമ്മൾ ഒരു ഡോണർ ഓർഗാനിസമായിട്ട്, ജീനുകളുടെ ഡോണറായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ജീവിയാണ്, ഒരു പ്ലാന്റാണ് അറ്റ്ലസ് 66. മറ്റൊന്ന് സിംഗിൾ സെൽ പ്രോട്ടീനാണ്. സിംഗിൾ സെൽ പ്രോട്ടീൻ നമുക്കറിയാം, അബ്രീവിയേഷൻ SCP എന്നാണ്. അത് എക്സ്പാൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ഉദാഹരണങ്ങൾ ഓർത്തു വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അടുത്ത ടോപ്പിക്ക് ടിഷ്യൂ കൾച്ചറാണ്. ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ടിഷ്യൂ കൾച്ചറിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഒരുപാട് ടേംസ് ഉണ്ട്. ഒന്ന് ടോട്ടിപ്പൊട്ടൻസി, മറ്റൊന്ന് മൈക്രോ പ്രൊപ്പഗേഷൻ, മറ്റൊന്ന് സൊമാക്ലോൺസ്. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ഓർത്ത് വയ്ക്കുക. വേറൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, പ്ലാന്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ മൈക്രോ പ്രൊപ്പഗേഷൻ ആർ കാൾഡ് സൊമാക്ലോൺസ്. വൈ? ടിഷ്യൂ കൾച്ചറിൽ തന്നെ മെരിസ്റ്റം കൾച്ചറുണ്ട്. മെരിസ്റ്റം കൾച്ചറിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാം. അത് നമുക്കറിയാം, വൈറസ് രോഗങ്ങളുള്ള പ്ലാന്റ്സിൽ നിന്നും വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ റിക്കവർ ചെയ്യുവാൻ നമുക്ക് മെരിസ്റ്റം കൾച്ചർ ഉപയോഗിക്കാം. ആക്സിലറി മെരിസ്റ്റമോ ലാറ്ററൽ മെരിസ്റ്റമോ കൾച്ചർ ചെയ്താൽ ഈ മെരിസ്റ്റമാറ്റിക് സെൽസിൽ വാസ്കുലാർ സപ്ലൈ എത്താത്തതുകൊണ്ട് അത് വൈറസ് ഫ്രീ ആയിരിക്കും. അവയെ കൾച്ചർ ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ പ്ലാന്റ്സ് കിട്ടും. വ്യക്തമാണല്ലോ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററോടെ നോക്കാം. 4ാമത്തെ ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് ആണ്. അതിലെ തത്വങ്ങളും അതിലെ പ്രക്രിയകളും പരിചയപ്പെടുത്തുന്ന ചാപ്റ്ററാണ്. അതിലെ ഫോക്കസ് ഏരിയ നമുക്കറിയാം, ടൂൾസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയാണ് ആദ്യത്തെ ഫോക്കസ് ഏരിയ. 2ാമത്തെ ഫോക്കസ് ഏരിയയിൽ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമുകളെ പരിചയപ്പെടുന്നു. 3ാമത്തെ ഫോക്കസ് ഏരിയ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന പ്രക്രിയയാണ്. 4ാമത്തേത് RDNA ടെക്നോളജിയിലെ പ്രോസസ്സസ് പരിചയപ്പെടുന്നു. അടുത്ത 2 ഫോക്കസ് ഏരിയകൾ, ഒന്ന് PCR ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അവസാനത്തേത് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ആദ്യത്തെ ഫോക്കസ് ഏരിയയായ റെസ്ട്രിക്ഷൻ എൻസൈമുകളിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേര് ഹിൻഡ് സെക്കൻഡാണ്. എൻഡോന്യൂക്ലിയസുകൾ ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതിൻ്റെ പേരെഴുതുക. അതിൻ്റെ പേര് നമുക്കറിയാം, അത് റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പാലിൻഡ്രോമിക് സീക്വൻസ് എന്നും പറയാം. ആ പാലിൻഡ്രോമിനൊരു ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് GAATTC എഴുതാം. ആ GAATTC റെക്കഗ്നിഷൻ സൈറ്റായിട്ടുള്ള എൻസൈമിൻ്റെ പേര് ചോദിച്ചാലോ? ആ പേര് ഓർത്ത് വയ്ക്കണം, ഇക്കോ ROY 13. മറ്റൊന്ന് അവിടെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, റെസ്ട്രിക്ഷൻ എൻസൈമുകൾ നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ഉദാഹരണ സഹിതം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിച്ചു വയ്ക്കുക. ഇനി ജെൽ ഇലക്ട്രോഫോറസിസ് എന്താണ് ആ പ്രക്രിയ? അവിടെ നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ എത്തിഡിയം ബ്രോമൈഡ്. അവിടെ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിൽ നിന്നും DNA എക്സ്ട്രാക്ട് ചെയ്യുന്ന ടെക്നിക് എല്യൂഷൻ.
ഓർത്തു വയ്ക്കുക. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സിനെ കുറിച്ചാണ്. ക്ലോണിംഗ് വെക്ടേഴ്സ് എന്താണ്, അവയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ ക്യാരക്ടേഴ്സ് മൊത്തം നമുക്ക് പഠിക്കേണ്ടതില്ല. ക്ലോണിംഗ് വെക്ടേഴ്സ് എന്താണെന്നും അതിൻ്റെ ഉദാഹരണങ്ങളും മാത്രം പഠിക്കുക. ക്ലോണിംഗ് വെക്ടറുകൾ നമുക്കറിയാം. നമ്മൾ ഡിസൈഡ് ജീനിന് ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും അവയുടെ എണ്ണം കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന DNA സെഗ്മെൻറ്റ്സ് ആണ് ക്ലോണിംഗ് വെക്ടർ. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോണിംഗ് വെക്ടേഴ്സ് പ്ലാസ്മിഡുകളും ഫേജ് DNAയുമാണ്. അവയുടെ ഒരു 3 ക്യാരക്ടേഴ്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് ആ ക്യാരക്ടർ മാത്രം, ഹെഡിങ് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. എക്സാമിനേഷന് ചോദ്യങ്ങളുണ്ടാകാം. വെക്ടറും എക്സാമ്പിൾസും. അടുത്തത് നമുക്ക് പ്രോസസ്സസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്നൊരു ചെറിയ ടോപ്പിക്കുണ്ട്. അത് ചെറിയ ടോപ്പിക്കാണ്. പ്രോസസ്സ് വിശദീകരിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോസസ്സുകളുടെ പേര് മാത്രം പഠിക്കുക. ഐസൊലേഷൻ ഓഫ് DNA, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്, ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്, ലിഗേഷൻ ഓഫ് ദ ഡിസൈഡ് ഫ്രാഗ്മെൻറ്റ് ഇൻ ടു ദ വെക്ടർ, ട്രാൻസ്ഫറിങ് ഓഫ് ദ റീകോമ്പിനൻ്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ്, culturing of the host cell in a medium at a large scale and extraction of the desired product. ഇതാണ് ആ പ്രോസസ്. അതിൻ്റെ പേര് മാത്രം, അതാണ് ഞാൻ വായിച്ചത്. അത് പേര് മാത്രം ഓർത്ത് വയ്ക്കുക. അടുത്തത് PCR ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വന്ന ഒരു ടോപ്പിക്കാണ്. PCR എക്സ്പാൻഡ് ചെയ്യുക, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതിൻ്റെ 3 സ്റ്റെപ്പുകൾ ഓർത്ത് വയ്ക്കുക. ഡിനാച്ചുറേഷൻ, അന്നീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രൈമർ. ഇനി PCR നമ്മളൊരു എൻസൈമിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. നെയിം ദ എൻസൈം യൂസ്ഡ് ഇൻ PCR. റൈറ്റ് ഇറ്റ്സ് പെക്യൂലിയാരിറ്റി. അതിൻ്റെ പെക്യൂലിയാരിറ്റി നമുക്കറിയാം. ഉയർന്ന ഊഷ്മാവിലും അതിന് ഡിനാച്ചുറേഷൻ സംഭവിക്കാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇനിയുള്ളത് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റിൽ എന്താണ് റീകോമ്പിനൻ്റ് പ്രോട്ടീൻ, ബയോറിയാക്ടറുകൾ എന്താണ് എന്നുകൂടി ഓർത്തു വെച്ചാൽ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയും കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററാണ്. അതിലെ ഫോക്കസ് ഏരിയകൾ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മുടെ 1ാമത്തെ ഫോക്കസ് ഏരിയ. അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ യൂസ് ഓഫ് GMO ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, അതിൻ്റെ യൂസും അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടുള്ള BT കോട്ടനെ കുറിച്ചുമാണ്. 2ാമത്തെ ഫോക്കസ് ഏരിയ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിനിലെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ എന്ന ടോപ്പിക്കാണ്. അത് കഴിഞ്ഞാൽ ജീൻ തെറാപ്പി എന്ന് പറയുന്ന ടോപ്പിക്കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ കവർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോ ഫോക്കസ് ഏരിയയും അതിലെ ചോദ്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. ഏതാനും ചില ചോദ്യങ്ങൾ. ഒന്നാമത് നമുക്ക് അതിൽ പറയുന്നുണ്ട്, നമ്മൾ അഗ്രികൾച്ചറിൻ്റെ ആപ്ലിക്കേഷനിൽ ആദ്യം പറയുന്ന ടോപ്പിക്ക് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്വീകരിക്കാവുന്ന 3 മാർഗങ്ങൾ. 3 മാർഗങ്ങളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചറാണ്, 2 ഓർഗാനിക് അഗ്രികൾച്ചറാണ്, 3 ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ 3 ഓപ്ഷൻസും ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫുൾ സ്കോർ കിട്ടും. GMOസും GMOസിൻ്റെ യൂസസും. അപ്പോൾ അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പാൻഡ് GMO എക്സ്പാൻഡ് ചെയ്യുക, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. പിന്നെ GMOസിൻ്റെ യൂസസ്. ഒരു ക്വസ്റ്റ്യൻ, GM പ്ലാന്റ്സ് ഹാവ് ബീൻ യൂസ്ഫുൾ ഇൻ മെനി വേയ്സ്. ലിസ്റ്റ് 3 യൂസസ് ഓഫ് GM plants.
ഏകദേശം 5 യൂസസ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൽ നിന്നും 3 യൂസസ് എഴുതുക. ഇനി GMOസിന് എക്സാമ്പിളായിട്ട് BT ക്രോപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ചോദ്യം അവിടെ നിന്ന് ചോദിക്കാം. BT ക്രോപ്സിൽ BT ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. നമുക്കറിയാം BT എന്ന് പറയുന്നത് ബസില്ലസ് തുറിഞ്ചിയൻസിസ് എന്ന ബാക്ടീരിയയുടെ ജീനസ് നെയിമിൻ്റെയും സ്പീഷീസ് നെയിമിൻ്റെയും ആദ്യ അക്ഷരങ്ങളാണ്, ബിയും ടിയും. ഇനി അതിന് കണക്ട് ചെയ്ത് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. BT ക്രോപ്സിന് മറ്റുദാഹരണങ്ങൾ, BT കോട്ടൺ നമുക്കറിയാവുന്ന ഉദാഹരണമാണ്, അതല്ലാതെ ചില ഉദാഹരണങ്ങൾ എഴുതുക. നമ്മൾ BT കോണിനെ കുറിച്ച് പറയുന്നുണ്ട്. BT റൈസ്, ടൊമാറ്റോ, പൊട്ടറ്റോ, സോയാബീൻ്റെ എക്സാമ്പിളൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഓർത്തു വയ്ക്കുക. ഇനി മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, BT എന്ന് പറയുന്നത് ബസില്ലസ് തുറിഞ്ചിയൻസിസ് ആണ്. ഈ ബാക്ടീരിയയിൽ ക്രൈ ജീനുകളുണ്ട്. അവ BT ടോക്സിൻ സെക്രീറ്റ് ചെയ്യുന്നു. ഈ BT ടോക്സിൻ സെക്രീറ്റ് ചെയ്യുന്ന ബാക്ടീരിയയെ നശിപ്പിക്കുന്നില്ല, എന്നാൽ അതിന് ഇൻസെക്റ്റുകളുടെ ഡെത്തിന്, മരണത്തിന് കാരണമാകാൻ കഴിയുന്നു. ഒരു സെൻറ്റൻസ് ആയിരിക്കും, അതിനെ സാധൂകരിക്കാൻ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇതാണ്: BT ടോക്സിൻസ് ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്, അത് പ്രോടോക്സിൻസ് ആണ്. അത് ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ ആൽക്കലൈൻ pHലെത്തുമ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ വരുമ്പോൾ ആക്റ്റീവ് ആകുന്നു, ഇൻസെക്റ്റിനെ നശിപ്പിക്കുന്നു. വ്യക്തമാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ തന്നെയാണ്. BT ടോക്സിൻ സെക്രീറ്റ് ചെയ്യുന്ന ജീനുകളെ നമ്മൾ പരിചയപ്പെട്ടു, ക്രൈ ജീനുകൾ. ക്രൈ ഫസ്റ്റ് AC ഉണ്ട്, സെക്കൻഡ് AB ഉണ്ട്, ഫസ്റ്റ് AB ഉണ്ട്. നമ്മൾ പഠിച്ചു ക്രൈ ഫസ്റ്റ് ACയും സെക്കൻഡ് ABയും കോട്ടൺ ബോൾ വോംസിനെ കൺട്രോൾ ചെയ്യുവാനും ക്രൈ ഫസ്റ്റ് AB കോൺ ബോററെ കൺട്രോൾ ചെയ്യുവാനും ഉപയോഗിക്കാം. നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി ജനറേറ്റ് എ കോട്ടൺ പ്ലാന്റ് റെസിസ്റ്റൻറ്റ് ടു കോൺ ബോറർ ഇൻസെക്ട്സ്? സിമ്പിളാണ്. ക്രൈ ഫസ്റ്റ് AB ജീനിനെ കോട്ടൺ പ്ലാന്റിലേക്ക്, കോട്ടൻ്റെ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ സെല്ലിനെ വളർത്തി ഒരു പുതിയ കോട്ടൺ പ്ലാന്റ് ആക്കിയാൽ ആ കോട്ടൺ പ്ലാന്റിന് കോൺ ബോറർ ഇൻസെക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ടോപ്പിക്ക് നമുക്കറിയാം, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനാണ്. അവിടെ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അവിടെ ചോദിക്കാവുന്നൊരു ചോദ്യം, വി കാണ്ട് യൂസ് ഇൻസുലിൻ ഫ്രം അതർ ആനിമൽസ് ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. നമ്മളവിടെ പഠിക്കുന്നുണ്ട് സ്ലോട്ടേഡ് ആനിമൽസ്, സ്ലോട്ടർ ചെയ്യപ്പെടുന്ന, കശാപ്പ് ചെയ്യപ്പെടുന്ന കാറ്റിൽസ്, കന്നുകാലികളുടെയും പിഗിൻ്റെയും ഒക്കെ ഇൻസുലിൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുകയും അത് ആദ്യകാലങ്ങളിൽ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിൽ ഉപയോഗിച്ചിരുന്നു. അതെന്തുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ല? അതിന് കാരണം ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻസുലിൻ മനുഷ്യനിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യരിൽ അത് പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസിനും കാരണമാകുന്നു. അതുകൊണ്ട് നമുക്ക് മറ്റ് ആനിമൽസിൽ നിന്നുമുള്ള ഇൻസുലിൻ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. മറ്റൊരു ചോദ്യം, പ്രോ ഇൻസുലിനും ആക്റ്റീവ് ഇൻസുലിനും മെച്ചുർ ഇൻസുലിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മെച്ചുർ ഇൻസുലിനിൽ നമുക്കറിയാം 2 പോളിപെപ്റ്റൈഡ്സേ ഉള്ളൂ, എയും ബിയും. എന്നാൽ പ്രോ ഇൻസുലിൻ, ഇനാക്റ്റീവ് ഫോമിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന പ്രോ ഇൻസുലിനിൽ 3 പോളിപെപ്റ്റൈഡ്സ് ഉണ്ട്, എ, ബി ആൻഡ് സി. സി റിമൂവ് ചെയ്യുമ്പോഴാണ് അത് മെച്ചുർ ഇൻസുലിനായി മാറുന്നത്. അവിടെ നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യം, ഹ്യൂമൻ ഇൻസുലിൻ നോൺ ഹ്യൂമൻ സോഴ്സിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും സെക്രീറ്റ് ചെയ്തത് എല്ലി ലില്ലി ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്. അത് എങ്ങനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്? അതിൻ്റെ സ്റ്റെപ്സ് ഒരു 3 സെൻറ്റൻസിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഇനി അതിൽ വരുന്ന അടുത്ത ടോപ്പിക്ക് ജീൻ തെറാപ്പിയാണ്. ജീൻ തെറാപ്പിയിൽ നമ്മൾ കണ്ടു, ഡിഫക്റ്റീവായ ജീൻസിന് പകരം നോർമൽ ജീനുകൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ജനിതക രോഗങ്ങളെ പെർമനൻ്റായിട്ട് ക്യൂർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജീൻ തെറാപ്പി. ഒരു എക്സാമ്പിൾ നമുക്ക് പറയുന്നുണ്ട്, ADA ഡെഫിഷ്യൻസി വന്ന ഒരു 4 വയസ്സുള്ള കുട്ടിയെ ട്രീറ്റ് ചെയ്തതാണ് ജീൻ തെറാപ്പി
ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ചോദിക്കാം എക്സ്പാൻഡ് എ ഡി എയുടെ എക്സ്പാൻഷൻ എഴുതുക. അത് അഡിനോസിൻ ഡി അമൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അഡിനോസിൻ ഡി അമൈനേസ്. അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം സജസ്റ്റ് എനി 2 സ്ട്രാറ്റജീസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ADA ഡെഫിഷ്യൻസി. 4 സ്ട്രാറ്റജീസ് അവിടെ പറയുന്നുണ്ട്. അതിലേതെങ്കിലും 2 സ്ട്രാറ്റജി മെൻഷൻ ചെയ്യുക, ഫുൾ സ്കോർ വാങ്ങാം. ഇനി മറ്റൊരു ചോദ്യം അവിടെ ചോദിക്കാം ADA ഡെഫിഷ്യൻസി ഈസ് എ ജനറ്റിക് ഡിസീസ് അഫക്റ്റിംഗ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് അവർ ബോഡി. ഹൗ ക്യാൻ വി ക്യൂർ ഇറ്റ് പെർമനൻ്റ്ലി യൂസിങ് rDNA ടെക്നോളജി? നമുക്കറിയാലോ, നമ്മൾ പഠിച്ചു, രോഗമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തി എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ സെല്ലുകളിലേക്ക് നമ്മളെന്ത് ചെയ്യും? നോർമൽ ജീനുകളെ, അസുഖമില്ലാത്ത ഒരാളിൻ്റെ ബോൺ മാരോയിൽ നിന്നും എടുത്ത നോർമൽ ജീനുകളെ ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് ഈ രോഗം പെർമനൻ്റായിട്ട് ക്യൂർ ചെയ്യാം. അപ്പോൾ അത് എഴുതിയാൽ നമുക്ക് ഫുൾ സ്കോർ കിട്ടും. വ്യക്തമാണല്ലോ? ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഇക്കോളജിയിലെ ആദ്യ ചാപ്റ്ററാണ്. അതിലെ ഫോക്കസ് ഏരിയകളൊന്ന് പരിചയപ്പെടാം. ഒന്ന്, നമുക്ക് അഡാപ്റ്റേഷൻസ് ആണ് പഠിക്കേണ്ടത്. ഡെസേർട്ടിലെയും പൊളാർ റീജിയനിലെയും ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലെയും. പിന്നെ നമുക്ക് പോപ്പുലേഷൻ്റെ ക്യാരക്ടേഴ്സ് പഠിക്കണം. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ച് പഠിക്കണം. പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻസ്. ഓരോന്നിലേക്ക് നമുക്ക് പോകാം. അഡാപ്റ്റേഷൻസിൽ നമുക്ക് ഡെസേർട്ടിലെ അഡാപ്റ്റേഷൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കങ്കാരു റാറ്റിലെയും ഡെസേർട്ട് പ്ലാന്റ്സിലെയും അവയുടെ അഡാപ്റ്റേഷൻസ് പഠിച്ചു വയ്ക്കുക. ചോദ്യം ചോദിക്കാം, എങ്ങനെയാണ് കങ്കാരു റാറ്റ് ഡെസേർട്ടിലെ കണ്ടീഷൻസുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത്? അപ്പോൾ നമ്മൾ എഴുതേണ്ടത് കങ്കാരു റാറ്റിലെ 2 അഡാപ്റ്റേഷൻസാണ്. ഇനി ഡെസേർട്ട് പ്ലാന്റ്സിൽ കാണുന്ന അഡാപ്റ്റേഷൻസ്, അതിലിപ്പോൾ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻസ് എഴുതാൻ പറയാം, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ എഴുതാൻ പറയാം. CAM ഒരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനാണ് അതിൽ കാണുന്ന. അനാട്ടമിക്കലുമാകാം. സങ്കൻ സ്റ്റൊമാറ്റ ഒരു അനാട്ടമിക്കൽ അഡാപ്റ്റേഷനാണ്. അടുത്തത് പോളാർ റീജിയനിൽ കാണുന്ന മാമൽസിലെ അഡാപ്റ്റേഷനാണ്. നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് അലൻസ് റൂൾ. പോളാർ റീജിയനിൽ കാണുന്ന മാമൽസിൻ്റെ ലിംസും ഇയേഴ്സുമൊക്കെ ഷോർട്ടാണ് ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്. മറ്റൊന്ന്, അക്വാട്ടിക് മാമൽസിൻ്റെ സ്കിന്നിന് താഴെയായി ബ്ലബർ എന്നറിയപ്പെടുന്ന ഒരു കൊഴുപ്പിൻ്റെ ആവരണമുണ്ട്. അപ്പോൾ അക്വാട്ടിക് മാമൽസിൻ്റെ പൊളാർ റീജിയനിലെ അക്വാട്ടിക് മാമൽസിൻ്റെ അഡാപ്റ്റേഷനായിട്ട് നമുക്കത് എഴുതാം. അതൊരു ഹീറ്റ് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു, ബ്ലബർ. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്, ഉയരമുള്ള പ്രദേശങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ അവിടെ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഉണ്ടാകുന്നു. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്താണെന്ന് എഴുതണം, അതിൻ്റെ ലക്ഷണങ്ങൾ എഴുതണം, എങ്ങനെയാണ് ബോഡി അതുമായിട്ട് പൊരുത്തപ്പെടുത്തുന്നതെന്നും എഴുതണം. അടുത്തത് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ആണ്. 2 നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് ഏജ് പിരമിഡും മറ്റൊന്ന് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഏജ് പിരമിഡ് നമുക്കറിയാം, അതിൽ 3 ഗ്രൂപ്പ് വരും. ഏജ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ 3 ഗ്രൂപ്പ് വരും: പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. അപ്പോൾ ഏജ് പിരമിഡിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു പോപ്പുലേഷൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അത് ഗ്രോയിങ് ആണോ, സ്റ്റേബിൾ ആണോ, ഡിക്ലൈനിങ് ആണോ എന്നറിയാൻ പറ്റും. അപ്പോൾ എക്സ്പാൻഡിങ് ആണെങ്കിൽ അതിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പുകളിലെ ആളുടെ എണ്ണം കൂടുതലും, പോസ്റ്റ് റീപ്രൊഡക്റ്റീവിൽ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറവുമായിരിക്കും. സ്റ്റേബിളിൽ ഏകദേശമൊക്കെ ഒരുപോലെ ആയിരിക്കും. ഡിക്ലൈനിങ് പോപ്പുലേഷനാണ് എങ്കിൽ പോസ്റ്റ് റീപ്രൊഡക്റ്റീവിലെ ആൾ കൂടുതൽ, റീപ്രൊഡക്റ്റീവിലും പ്രീയിലേക്കും വരുമ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറയുന്നു. അടുത്തത് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്.
ഡെൻസിറ്റിയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ പോപ്പുലേഷൻ സൈസിനെ അഫക്റ്റ് ചെയ്യുന്ന 4 പ്രോസസ്സുകൾ ഏവ: നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ. ക്ലിയർ ആണല്ലോ? അവ എങ്ങനെ പോപ്പുലേഷൻ സൈസിനെ അഫക്റ്റ് ചെയ്യുന്നു? നമുക്കറിയാം, നേറ്റാലിറ്റിയും ഇമിഗ്രേഷനും പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മോർട്ടാലിറ്റിയും എമിഗ്രേഷനും പോപ്പുലേഷൻ സൈസിനെ കുറയ്ക്കുന്നു. ഇങ്ങനൊരു ഗ്രോത്ത് ഇക്വേഷനും പറയുന്നുണ്ട്. ഒരു പോപ്പുലേഷൻ്റെ സൈസ് ഇപ്പോഴത്തെ സമയം ടി എന്നെടുത്താൽ എൻ ടി ആണ് എങ്കിൽ, ഇപ്പോഴത്തെ പോപ്പുലേഷൻ്റെ സൈസ് എൻ ടി ആണ് എങ്കിൽ T+1 ടൈം കഴിയുമ്പോൾ, ഒരു ഡെഫിനറ്റ് പീരീഡാണ് നമ്മൾ പറയുന്നത് T+1, അതിൻ്റെ പോപ്പുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. N+1 എന്ന് പറഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞുള്ളതാകാം, 10 വർഷം കഴിഞ്ഞുള്ളതാകാം. ആ N+1 എന്ന് പറയുന്ന സൈസ് കണ്ടുപിടിക്കാൻ NTയുടെ കൂടെ B+I -D+E ആഡ് ചെയ്യുമ്പോൾ നമുക്ക് N+1 കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻ അതുപോലെ എഴുതണം. ഗ്രോത്ത് ഇക്വേഷൻ N+1 = NT+B+I -D+E. ബി എന്താണെന്നറിയാലോ? അത് നേറ്റാലിറ്റിയാണ്, I ഇമിഗ്രേഷനാണ്, D മോർട്ടാലിറ്റിയാണ്, E എമിഗ്രേഷനാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻസിനെ കുറിച്ചാണ്. അവിടെ നമുക്ക് 3 ഇൻറ്ററാക്ഷനെ കുറിച്ചേ പഠിക്കാനുള്ളൂ. ഒന്ന് പാരസൈറ്റിസം, മറ്റൊന്ന് കമൻസലിസം, മറ്റൊന്ന് മ്യൂച്വലിസം. അപ്പോൾ ഓരോ ഇൻറ്ററാക്ഷനും അവയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ഓർത്ത് വയ്ക്കുക. എന്തുകൊണ്ട് പാരസൈറ്റിസം എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസിന് ബെനിഫിറ്റും മറ്റേ സ്പീഷീസിന് ഡെട്രിമെൻ്റൽ എഫക്റ്റുമാണ്. കമൻസലിസം ഒരാൾക്ക് ബെനിഫിറ്റ്, മറ്റേയാൾക്ക് ബെനിഫിറ്റുമില്ല, ഹാമുമില്ല. മ്യൂച്വലിസം ബോത്ത് ആർ ബെനിഫിറ്റഡ്. എക്സാമ്പിൾസൊക്കെ നമ്മൾ പഠിച്ചു. എക്സാമ്പിൾ തരും. ഉദാഹരണം, ഓർക്കിഡ് പ്ലാന്റും മാംഗോയും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. നമുക്കറിയാം, ഓർക്കിഡ് അവിടെ ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നു, മാംഗോയ്ക്ക് ബെനിഫിറ്റുമില്ല, ഹാമുമില്ല. അതുകൊണ്ട് അത് കമൻസലിസമാണ്. അപ്പോൾ ഓരോ ഇൻറ്ററാക്ഷനിലെയും എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. ആ എക്സാമ്പിൾ സൈറ്റ് ചെയ്തിട്ട് അവ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്താണ്, എന്തുകൊണ്ട് എന്ന് ചോദ്യം ചോദിക്കും. അപ്പോൾ പാരസൈറ്റിസം നമ്മളൊരു എക്സാമ്പിൾ ഓർത്തു വെച്ചു. എക്സാമ്പിളെല്ലാം ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ എഴുതിയാൽ അതിൽ പാരസൈറ്റിൻ്റെ ബെനിഫിറ്റും ഹോസ്റ്റിന് ഹാമുമാണെന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം ശരിയായി. വളരെ എളുപ്പമാണ്. അപ്പോൾ അത്രയുമായപ്പോൾ നമ്മുടെ ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയി. നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇക്കോസിസ്റ്റമാണ്. അതിലെ ഫോക്കസ് ഏരിയകൾ നിങ്ങൾക്കറിയാം. നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം. ഒന്ന് പ്രൊഡക്ടിവിറ്റിയാണ്. അതിൽ നമ്മൾ GPPയും NPPയും പരിചയപ്പെട്ടു. അവിടെ എക്സ്പാൻഡ് GPP അല്ലെങ്കിൽ എക്സ്പാൻഡ് NPP എന്നുള്ള ചോദ്യം ചോദിക്കാം. എക്സ്പാൻഷൻ. അതുപോലെ തന്നെ എക്സ്പാൻഡ് GPP എന്ന് ചോദിച്ചിട്ട് ഹൗ ഈസ് ഇറ്റ് ഡിഫറൻറ്റ് ഫ്രം NPP എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇക്വേഷൻ അവിടെ കണ്ടു. GPP - R = NPP എന്നെഴുതിയാൽ അവർ തമ്മിലുള്ള റിലേഷനായി. ഇനി പ്രൊഡക്ടിവിറ്റി, പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയും ഉണ്ട്. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്, അത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിന് ആ ഫാക്ടേഴ്സിൻ്റെ പേര് ചോദിച്ചാൽ അങ്ങനെയും ചോദ്യം ചോദിക്കാം. നെക്സ്റ്റ് ഡീകമ്പോസിഷനാണ് അടുത്ത ഫോക്കസ് ഏരിയ. ഡീകമ്പോസിഷനിൽ ഡിഫൈൻ ഡീകമ്പോസിഷൻ, ഡിഫൈൻ ഡെട്രിറ്റസ്, ഡിഫൈൻ ഹ്യൂമിഫിക്കേഷൻ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാം. മറ്റൊന്ന് ഡീകമ്പോസിഷനിലെ മെയിൻ സ്റ്റെപ്പുകൾ നമുക്കറിയാം. ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, കറ്റബോളിസം. അവയുടെ പേരെഴുതുക, അവ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു ക്വസ്റ്റ്യനായി മാറാം.
പിന്നെ ഡീകമ്പോസിഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അവ എങ്ങനെയാണ് ഡീകമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുന്നത് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഫുഡ് ചെയിനുകളെ കുറിച്ചാണ്. അതിൽ നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിനിനെ കുറിച്ചും ഡെട്രിറ്റസ് ഫുഡ് ചെയിനിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. GFC ആൻഡ് DFC. അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചോദ്യം ചോദിക്കാം. മറ്റൊന്ന് ട്രോഫിക് ലെവലാണ്. ട്രോഫിക് ലെവൽ നമുക്കറിയാം, ഓരോ ഓർഗാനിസത്തിൻ്റെയും ന്യൂട്രീഷൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഫുഡിൻ്റെ സോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഫുഡ് ചെയിനിൽ ആ ഒരു ജീവിക്ക് ഒരു പ്രത്യേക പൊസിഷനുണ്ട്, ഒരു സ്പെസിഫിക് പ്ലേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ട്രോഫിക് ലെവൽ എന്ന് വിളിക്കുന്നത്. ആ ട്രോഫിക് ലെവലിനെ ഡിഫൈൻ ചെയ്യാൻ പറയാം. എന്നിട്ട് ജീവികളുടെ പേര് കൊടുത്തേക്കും. ഉദാഹരണം ഗ്രാസസ് എപ്പോഴും പ്രൊഡ്യൂസേഴ്സാണ്, അവർ ഫസ്റ്റ് ട്രോഫിക് ലെവലിലായിരിക്കും. കൗ അവർ ഹെർബിവോഴ്സാണ്, അവർ സെക്കൻഡ് ട്രോഫിക് ലെവലിലായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രോഫിക് ലെവലുകൾ ഓർത്തു വയ്ക്കുക. അടുത്ത സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ടേം പറയുന്നുണ്ട്. അതിൻ്റെ ഡെഫിനിഷനും പഠിച്ചു വയ്ക്കുക. പിന്നുള്ളത് ഇക്കോളജിക്കൽ പിരമിഡുകളാണ്. 3 തരം പിരമിഡുകളുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്സ്? പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് ബയോമാസ്. എല്ലാ പിരമിഡുകളും അപ്രൈറ്റ് ആയിരിക്കും, എന്നാൽ ചിലപ്പോൾ അതിനൊക്കെ എക്സെപ്ഷൻ വരാം. എപ്പോഴൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രീ ഇൻസെക്റ്റ് ഫുഡ് ചെയിൻ എടുത്താൽ ട്രീയുടെ എണ്ണം കുറവും ഇൻസെക്റ്റിൻ്റെ എണ്ണം കൂടുതലും. അപ്പോൾ ആ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആകുന്നു. ഓഷനിലെ ബയോമാസ് പിരമിഡ് ഇൻവേർട്ടഡ് ആകുന്നു. ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓർത്തു വയ്ക്കുക. ആ ചാപ്റ്ററിലെ അവസാനത്തെ ഫോക്കസ് ഏരിയ ന്യൂട്രിയൻ്റ് സൈക്ലിംഗ് ആണ്. നമുക്കൊരു ന്യൂട്രിയൻ്റ് സൈക്കിൾ മാത്രമേ പഠിക്കാനുള്ളൂ. അത് ഫോസ്ഫറസ് സൈക്കിളാണ്. അപ്പോൾ ആ ഫോസ്ഫറസ് സൈക്കിളിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ, ആ സൈക്കിളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത് കൃത്യമായിട്ടൊരു 4-5 പോയിന്റിൽ ഓർത്തു വയ്ക്കുക. അത്രയുമാണ് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നുമുള്ള ഫോക്കസ് ഏരിയയും അവയിൽ നിന്നുള്ള ചോദ്യങ്ങളും. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അത് എൻവയോൺമെൻ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അവിടുത്തെ ഫോക്കസ് ഏരിയ വാട്ടർ പൊള്യൂഷനും അതിൻ്റെ കൺട്രോളും, അതിൽ BOD, ആൽഗൽ ബ്ലൂം, യൂട്രോഫിക്കേഷൻ. അടുത്ത ഫോക്കസ് ഏരിയ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങുമാണ്. ആ ചാപ്റ്ററിലുള്ള മറ്റ് ഫോക്കസ് ഏരിയകൾ ഒന്ന് ഓസോൺ ഡിപ്ലീഷനും മറ്റൊന്ന് ഡിഫോറസ്റ്റേഷനുമാണ്. നമുക്ക് ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. വാട്ടർ പൊള്യൂഷനിൽ BOD എക്സ്പാൻഡ് ചെയ്യാൻ പറയാം. BOD എക്സ്പാൻഡ് ചെയ്യുക. എന്താണ് BOD? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ് BOD. പൊള്യൂഷൻ കൂടുമ്പോൾ BOD ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ആൽഗൽ ബ്ലൂമാണ്. ആൽഗൽ ബ്ലൂം വാട്ടർ പൊള്യൂഷൻ്റെ ഫലമായിട്ട് വാട്ടർ ബോഡീസിലെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ അവിടെ വളരുന്ന ആൽഗകൾ, വാട്ടർ ബോഡീസിൽ ആൽഗകളുടെ എക്സസീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നു. ആൽഗൽ ബ്ലൂം. അതിൻ്റെ ഡീമെറിറ്റ്സ് ഓർത്തു വയ്ക്കുക. അതിൽ വരുന്ന മറ്റൊരു ടോപ്പിക്ക് യൂട്രോഫിക്കേഷനാണ്. എന്താണ് യൂട്രോഫിക്കേഷൻ? അതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വാട്ടർ പൊള്യൂഷനുമായിട്ടുള്ള ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്യൂഷൻ്റെ ഫലമായിട്ട് യൂട്രോഫിക്കേഷൻ നടക്കുന്ന സമയം വളരെ കുറഞ്ഞു. യൂട്രോഫിക്കേഷൻ്റെ റേറ്റ് കൂടി. അത് വളരെ ഫാസ്റ്ററായിട്ട് നടക്കുന്നു. അതിനെ നമ്മൾ കൾച്ചറൽ അഥവാ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അതുകൂടെ ഓർത്ത് വയ്ക്കുക. അവിടെ ഒരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. വാട്ടർ പൊള്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പൊള്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനെ ഓർഗാനിസംസിനെയൊക്കെ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അർക്കാട്ട എന്ന് പറയുന്ന ടൗണിൽ ഡെവലപ്പ് ചെയ്ത ഒരു രീതിയാണ്. നമ്മൾ പഠിച്ചു ഫ്രണ്ട്സ് ഓഫ് ദ അർക്കാട്ട മാർഷ്.
അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാം. അവരുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഓഫ് വാട്ടർ മാനേജ്മെൻറ്റിലെ 2 ഫേസസ് ഏതൊക്കെയായിരുന്നു, അതും ചോദ്യമായി വരാം. അടുത്തത് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങുമാണ്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലോബൽ വാർമിംഗ്. നമുക്ക് ഇതും അറിയാം, ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഒരു മോഡറേറ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കുറയാതെയും കൂടാതെയും. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് സൂര്യതാപത്തെ അബ്സോർബ് ചെയ്ത് അറ്റ്മോസ്ഫിയറിനെ വാമാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പൊല്യൂഷൻ്റെ ഫലമായിട്ട് അവയുടെ അളവ് കൂടുന്നു, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും കൂടുന്നു. അതാണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും അവയെ കൺട്രോൾ ചെയ്യുവാൻ, ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യുവാനുള്ള മെഷേഴ്സിനെ കുറിച്ചും ഓർത്തു വയ്ക്കണം. അടുത്ത ടോപ്പിക്ക് ഓസോൺ ഡെപ്ലീഷനാണ്. ഓസോൺ ഡെപ്ലീഷൻ, നമ്മുടെ ഓസോൺ പാളിയിലുണ്ടാകുന്ന നാശം. അപ്പോൾ ഓസോൺ പാളി എവിടെ കാണുന്നു? നമ്മുടെ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിൽ, സ്ട്രാറ്റോസ്ഫിയറിൽ താഴെയായിട്ടാണ് ഓസോൺ പാളി കാണുന്നത്. തിക്നെസ് അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റാണ്. ഓസോൺ പാളിയിൽ ഡെപ്ലീഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസുകൾ നമ്മൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ ഫ്ലോറോ കാർബൺസ് ആണ്. ഇപ്പോൾ ഫ്ലോറോ കാർബൺസ് മുകളിലേക്ക് പോയിട്ട് അവയിൽ UV റേസ് പതിക്കുമ്പോൾ ക്ലോറിൻ റിലീസ് ചെയ്യും. ആ ക്ലോറിൻ ഓസോണിനെ ഓക്സിജനാക്കി മാറ്റുമ്പോഴാണ് ഓസോൺ ലെയറിൽ തിക്നെസ് കുറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ഓസോൺ ഹോൾ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സെല്ലാം ഓർത്ത് വയ്ക്കണം. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ചോദിക്കാം. ഓസോൺ ലെയറിൻ്റെ തിക്നെസ് അളക്കുന്ന യൂണിറ്റ് ചോദിക്കാം. ഇനി ഓസോൺ ഹോളുകൾ ഉണ്ടായുള്ള പ്രശ്നം, UVB റേസ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലേക്ക് വരും. അത് പ്ലാന്റ്സിലും ആനിമൽസിലുമൊക്കെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ UVB റേസിൻ്റെ എഫക്ട്സ് ട്രോപ്പോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്താലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. അത് കോർണിയയുടെ ഇൻഫ്ലമേഷന് കാരണമാകും, സ്നോ ബ്ലൈൻഡ്നെസ്, സ്കിൻ ക്യാൻസറിന് കാരണമാകും, കാറ്ററാക്റ്റിന് കാരണമാകും. ഹൈ ഡോസിലാണെങ്കിൽ കാഴ്ച തന്നെ നഷ്ടപ്പെടാം. നമ്മുടെ കോർണിയയ്ക്ക് സ്ഥിരമായ ഡാമേജ് ഉണ്ടാകും, അതുവഴി കാഴ്ചയും നഷ്ടപ്പെടാം. ഓർത്തു വയ്ക്കുക. അപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കുകയും അത് തടയുവാൻ വേണ്ടി കാനഡയിലെ മോൺട്രിയൽ എന്ന സ്ഥലത്ത് ഉണ്ടാക്കിയ ട്രീറ്റി നമുക്കറിയാം. മോൺട്രിയൽ പ്രോട്ടോക്കോൾ 1987 ടു റെഡ്യൂസ് ദ എമിഷൻ ഓഫ് ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഓർത്തു വയ്ക്കുക. അടുത്തത് ഡീഫോറസ്റ്റേഷനാണ്. നമുക്കറിയാം ഡീഫോറസ്റ്റേഷൻ എന്താണെന്ന്, വന നശീകരണം. എന്താണെന്ന് ഓർക്കുക. റീഫോറസ്റ്റേഷൻ, നമ്മൾ നഷ്ടപ്പെട്ട ഫോറസ്റ്റുകൾ റീസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സാണ് റീഫോറസ്റ്റേഷൻ. അവിടെ നമ്മൾ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്താണെന്ന് പഠിക്കുക. പിന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷന് ചില അവാർഡുകളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് ഓർക്കുക. ചില മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ചിപ്കോ മൂവ്മെൻറ്റ്, പിന്നെ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് JFM, അതിൻ്റെ എക്സ്പാൻഷൻ ഓർക്കുക, എന്താണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ 8ാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയും അതിൽ വരാൻ സാധ്യതയുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാ പേർക്കും 8 ചാപ്റ്ററിനെ കുറിച്ചും അതിലെ ചോദ്യങ്ങളെക്കുറിച്ചും ഫോക്കസ് ഏരിയകളെക്കുറിച്ചുമൊക്കെ നല്ലൊരു ആശയം ഉണ്ട്
കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നല്ലതുപോലെ തയ്യാറെടുക്കുക, പേടി കൂടാതെ പരീക്ഷയെ അഭിമുഖീകരിക്കുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. നന്ദി. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.